ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് രാവിലെ തന്നെ ഒരു എൻഗേജ്മെൻറ്റിന് പോവുകയാണ് കേട്ടോ. ചേട്ടൻ്റെ ഓഫീസിലെ കൊളീഗിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഒത്തിരി രാവിലെ ഒന്നുമല്ല, ഒരു 11:30 11:45 ആയിട്ടുണ്ട്. 12നും 12:30ക്കും ഇടയിലാണ് ഫംഗ്ഷൻ. ലേറ്റായി എന്നൊക്കെ പറഞ്ഞാട്ടോ ഞങ്ങൾ പോകുന്നത്. നമുക്ക് ഇവിടെ നിന്നൊരു 8-10 കിലോമീറ്ററേ ഉള്ളൂ അങ്ങോട്ട് എത്താനായിട്ട്. ഇപ്പോൾ നമ്മൾ കട്ടപ്പന ടൗണിൽ എത്തിയിട്ടുണ്ട്. ചേട്ടൻ്റെ ഒരു കൊളീഗ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളെയും കൂട്ടിയിട്ട് വേണം നമുക്ക് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട്. അതേ ആളവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി കണ്ടപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവളുടെ പേര് ആര്യ എന്നാട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ അവൾ ഹായ് ഒക്കെ തന്ന് വണ്ടിയിലേക്ക് കയറി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഇടയിൽ നിന്ന് വേറൊരാളെയും കൂടെ നമ്മൾ വണ്ടിയിൽ കയറ്റി. അങ്ങനെ നമ്മൾ 4 പേര് കൂടിയാട്ടോ ഇവിടെ വന്നത്. പിപ്പാളയിലുള്ള ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കേട്ടോ എൻഗേജ്മെൻറ്റ്. ഇത് ഞങ്ങൾ 4 പേരാട്ടോ വന്നത്. ഇതാണ് സൂരജാണ് വഴിയിൽ നിന്ന് വണ്ടിയിൽ കയറിയത്. ബാക്കി എല്ലാവരും ഇങ്ങോട്ട് വരുവാട്ടോ ചെയ്തത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു പോവുക. കുറച്ച് ഹൈറ്റിലുള്ള സ്ഥലത്താട്ടോ ഓഡിറ്റോറിയം നിൽക്കുന്നത്. ഇത് അവൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഹായ് കാണിക്കുന്നുണ്ട്. ബാക്കി ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നേ. ഇതാണ് കേട്ടോ രാജീവ്, ഇത് അരുണിൻ്റെ വാവയാട്ടോ ഇത്. ഋതിക എന്നാ പേര്, കുഞ്ഞാന്നാ വിളിക്കുന്നേ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നിന്നു കേട്ടോ. ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരുമായിട്ട് ഞാൻ നല്ല കമ്പനിയാണ് കേട്ടോ. ഓഫീസിലെ പരിപാടിയാണേലും ഇങ്ങനെ കല്യാണമോ എൻഗേജ്മെൻറ്റോ ടൂറോ ഒക്കെ ആയാലും ചേട്ടൻ എന്നെ കൊണ്ടുപോകാറുണ്ട്. ഞാൻ തന്നെ വീട്ടിൽ ഇരിക്കുമല്ലേ, അതുകൊണ്ട് എല്ലായിടത്തും എന്നെ കൊണ്ടുപോകാറുണ്ട്. അതുകൊണ്ട് എല്ലാവരുമായിട്ടും നല്ല കൂട്ടാണ്. പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് കയറി. ഞങ്ങൾ വന്നപ്പോഴേക്കും റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഫോട്ടോ സെക്ഷനൊക്കെയാണ് അവിടെ നടക്കുന്നത്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി. എൻഗേജ്മെൻറ്റ് നടക്കുന്ന പയ്യൻ്റെ പേര് അർജുൻ എന്നാണ് കേട്ടോ. അർജുനാണ് ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അർജുനും കൃഷ്ണപ്രിയയും. ഇത് ഞങ്ങളവിടെ നിൽക്കുന്നത് കണ്ടിട്ട് അവൻ വിളിക്കുവാണ് ഇങ്ങോട്ട് വരാനായിട്ട്. വലിയൊരു ഹോളായിരുന്നു കേട്ടോ അത്. അത്യാവശ്യം നന്നായിട്ട് ആൾക്കാരും ഉണ്ടായിരുന്നു. ഇതാണ് രാജേഷ്, ആളൊരു തമിഴ് പയ്യനാണ് കേട്ടോ. ഇത് ഞങ്ങളെല്ലാവരും അപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുവാണ്. ഇവിടെ ഫോട്ടോ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ഓരോരുത്തർ കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ എന്തേ പോയി ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. അർജുനും കൃഷ്ണപ്രിയയ്ക്കും കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ താഴെ ഇറങ്ങി കുറച്ച് നേരം ഇരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് കരുതി. ഞാൻ പിന്നെ കിട്ടിയ അവസരം ഒന്നും പാഴാക്കാതെ എല്ലാവരുടെയും അടുത്ത് നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവർക്ക് മടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എല്ലാവരും ഹായ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ആര്യ പിന്നെ അവിടെ ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായി പോയിരുന്നു. ശർക്കര വരട്ടി വെച്ചതേ രാജേഷ് എടുത്ത് കഴിച്ചു. നല്ല ഭംഗിയുണ്ടല്ലോ ഇവരിങ്ങനെ നിരനിരയായിട്ട് നിന്ന് വിളമ്പുന്നത് കാണാനായിട്ട്. ഒരേപോലത്തെ അവരുടെ കേറ്ററിംഗ് സർവീസിൻ്റെ ബനിയനൊക്കെ ഇട്ട് നല്ല റെഡ് കളറും കൂടെ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട്. അങ്ങനത്തെ ചോറും വിളമ്പി. ആദ്യമേ കുറച്ച് പരിപ്പൊഴിച്ചു, നെയ്യും ഒഴിച്ചു. പിന്നെ ഞാൻ കുറച്ച് സാമ്പാറും കൂടെ വാങ്ങിയിട്ടോ. അങ്ങനത്തെ ചോറും കറികളും എല്ലാം വന്നു. ഞങ്ങളതെല്ലാം കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് കേട്ടോ തൊട്ടടുത്തുള്ള അമ്പലം, തൊപ്പിപ്പാള ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. നല്ല ഭംഗിയുള്ള ഒരു അമ്പലമാണേ. നല്ല വലിയൊരു ആല് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് വളരെ തൊട്ടടുത്താണ് അയ്യപ്പൻ കോവിൽ തൂക്കുപാലം ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ പിന്നെ അവിടം വരെ ഒന്ന് പോയിട്ട് തിരിച്ചു പോകാമെന്ന് കരുതി ഞങ്ങൾ തൂക്കുപാലം കാണാനായി വന്നു. പതിറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന നാടിൻ്റെ ഹൃദയഭാഗത്തുകൂടി വശ്യമനോഹാരിതയെ മറുകര എത്തിക്കുന്ന ഒരു തൂക്കുപാലം. അതാണ് നമ്മുടെ അയ്യപ്പൻ കോവിൽ തൂക്കുപാലം. 1960കളിൽ ഇടുക്കി ജില്ലയിലെ തന്നെ പ്രധാന ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു ഈ അയ്യപ്പൻ കോവിൽ എന്ന സ്ഥലം. നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ പണി പൂർത്തിയായ സമയത്ത് ഈ ഭാഗത്തെല്ലാം നന്നായിട്ട് വെള്ളം പൊങ്ങി. ഡാമിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ വെള്ളം പൊങ്ങിയ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ എല്ലാം ഇവിടെ നിന്ന് ഒഴിപ്പിച്ചു. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ കുടിയിറക്ക് നടന്നത് ഇടുക്കി അയ്യപ്പൻ കോവിലാണ് എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. ഇങ്ങനെ ഒരു കുടിയിറക്ക് നടന്നില്ലായിരുന്നെങ്കിൽ വലിയൊരു പട്ടണമായി മാറേണ്ട സ്ഥലമായിരുന്നു അയ്യപ്പൻ കോവിൽ, ആലടി, ചപ്പാത്ത് എന്നീ സ്ഥലങ്ങളൊക്കെ. വേനൽക്കാലത്ത് വന്നാലും മഴക്കാലത്ത് വന്നാലും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഞാനും ആര്യയും കൂടി കൈയൊക്കെ പിടിച്ച് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. ആ സമയത്ത് ഈ പാലത്തിൽ ഒന്നും വെള്ളമില്ലായിരുന്നു. കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് വന്നാലും നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അകലെ കണ്ടോ കുറച്ച് വള്ളങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. കടത്തുണ്ടേ ഇവിടെ. അങ്ങനെ ഞങ്ങൾ നടന്ന് പാലത്തിലെത്തി. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് റീൽസൊക്കെ എടുത്തു കേട്ടോ, വെള്ളത്തിൽ കൂടി നടക്കുന്നതൊക്കെ. ആ പാലത്തിൻ്റെ അവിടെ നിന്ന് 2-3 പിള്ളേർ കുളിക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ പിള്ളേർ നീന്തുന്നതൊക്കെ കാണാനായിട്ട്.
എന്ത് സന്തോഷത്തോടെ അവർ അതൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ ചേട്ടന് ശരിക്കും ചേട്ടൻ്റെ ചെറുപ്പകാലം ഓർമ്മ വന്നു. ചേട്ടനും ഇങ്ങനെ ഈ ഡാമിലൊക്കെ വന്ന് കുളിക്കാറുണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ്റെ അമ്മയുടെ നാടാണ് ഈ തൊപ്പിപ്പാള എന്ന സ്ഥലം. ഈ തൊപ്പിപ്പാള, അയ്യപ്പൻ കോവിൽ ഇതെല്ലാം അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. പാലത്തിൽ നിന്ന് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊരു ഉച്ച സമയത്ത് പോയത് കാരണം ഒത്തിരി ടൂറിസ്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം ഒരു 4 മണി 5 മണിയൊക്കെ സമയമാകുമ്പോൾ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. ആര്യതി ആ മതിലിൻ്റെ പൊക്കത്തൊക്കെ കയറി ഇരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. നിറയെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേർ അപ്പുറം ഇപ്പുറമൊക്കെ നീന്തി കളിക്കുന്നുണ്ടേ. ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട് എന്നൊക്കെ ആ പിള്ളേരോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് ഒത്തിരി സന്തോഷമായി. അപ്പോൾ ഞാനും ആ മതിലേലൊക്കെ കയറിയിരുന്നേ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഇവിടെ കടത്തുണ്ടെന്ന്. കടത്ത് എന്തിനാന്ന് വെച്ചാൽ അപ്പുറം ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. അയ്യപ്പൻ കോവിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. വളരെ പ്രശസ്തി ആർജിച്ച ഒരു അമ്പലമാണ് കേട്ടോ അത്. നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇടുക്കി ഡാം പണി പൂർത്തിയായ സമയത്ത് ഇവിടെയെല്ലാം വെള്ളം കയറിയെന്ന് പറഞ്ഞിരുന്നില്ലേ. ആ സമയത്ത് ഈ അമ്പലമെല്ലാം ഫുള്ള് മൂടിപ്പോയിരുന്നു. ആ സമയത്ത് ഈ ക്ഷേത്രത്തിലെ അയ്യപ്പൻ്റെ വിഗ്രഹം തൊപ്പിപ്പാളയിൽ കൊണ്ടുപോയി പുനഃപ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് ആ അമ്പലം ഉണ്ടായത്. നമ്മൾ നേരത്തെ എൻഗേജ്മെൻറ്റ് നടന്ന അമ്പലം കണ്ടില്ലേ, ആ അമ്പലമാണ് കേട്ടോ അത്. പക്ഷേ ഇപ്പോഴും ഈ അമ്പലത്തിൽ, അതായത് ഈ അയ്യപ്പൻ കോവിലെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ ഇപ്പോഴും ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ ആ അമ്പലത്തിൽ ഇപ്പോൾ പുനഃപ്രതിഷ്ഠാ മഹോത്സവം നടക്കുവാണ് കേട്ടോ. അങ്ങോട്ട് പോകുന്ന ആൾക്കാരാണ് ഈ കടത്ത് വള്ളത്തിൽ പോകുന്നത്. ഞാൻ ഇതുവരെ ആ അമ്പലത്തിൽ പോയിട്ടില്ല. ഇനി ഒരിക്കൽ നമുക്ക് പോകാം കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലോ ഇങ്ങനെയൊക്കെ പോകുന്ന കാണാനായിട്ട്. എപ്പോഴും ഈ വെള്ളമില്ലേ, വെള്ളമുള്ളപ്പോൾ മാത്രമേ കടത്തുള്ളൂ. നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. പിള്ളേരൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് കയറിപ്പോയി. പിന്നെ ഞങ്ങളും പതുക്കെ പോന്നേക്കാവെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ ഒരു ഫുൾ വ്യൂ. നല്ല രസമുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ബാക്കി ഫ്രണ്ട്സൊക്കെ ഇങ്ങോട്ട് വന്നിരുന്നു കേട്ടോ. ഞങ്ങൾ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് അവരൊക്കെ വന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കഴിച്ചു. പതുക്കെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടിഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്